എല്ലാവർക്കും റെസിപ്പീസ് ഫോർ ഈസി കുക്കിങ്ങിന്റെ മറ്റൊരു ഈസി റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു എഗ്ലെസ് വീറ്റ് ഫ്ലോർ സ്റ്റീം കേക്ക് ആണ്. 2 ദിവസം മുൻപ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എഗ്ലെസ് വീറ്റ് ഫ്ലോർ വാനില സ്റ്റീം കേക്ക് ഉണ്ടാക്കാമോ എന്ന്. അതുകൊണ്ടാണ് ഇന്ന് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. അതുപോലെ തന്നെ സ്റ്റീം ചെയ്തെടുക്കുന്നതാണെങ്കിൽ പോലും ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് പോലെ തന്നെയുണ്ട്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കണം. പാനിൽ 1/2 കപ്പ് പഞ്ചസാര ഇട്ട ശേഷം തീ നന്നായിട്ട് കുറച്ച് വെക്കുന്നുണ്ട്. ഇതുപോലെ കുറച്ച് സമയം തീ നന്നായിട്ട് കുറച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ പഞ്ചസാര നല്ല കളറിൽ കാരമലൈസ് ചെയ്ത് കിട്ടും. ഇങ്ങനെ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുന്നത് കേക്കിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണ വാനില കേക്ക് ചെയ്യുമ്പോൾ പഞ്ചസാര കാരമലൈസ് ചെയ്യാറില്ല. ഇങ്ങനെ പഞ്ചസാര കാരമലൈസ് ചെയ്യാതെ വാനില കേക്ക് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതുപോലെ പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാതെ തന്നെ നേരിട്ട് പഞ്ചസാര ചേർത്ത് വാനില കേക്ക് ഉണ്ടാക്കാം. പഞ്ചസാര കാരമലൈസ് ചെയ്യുമ്പോൾ അധികം കറുത്തു പോകേണ്ട ആവശ്യമില്ല. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നാൽ മതി. ഇതുപോലെ ആയി കഴിയുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര കരിഞ്ഞു പോകാതെ നല്ല കളറിൽ കാരമലൈസ് ചെയ്ത് കിട്ടും. പഞ്ചസാര ഇതുപോലെ നല്ല കളറായി കഴിയുമ്പോഴേക്കും 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് അടച്ചു വെക്കാം. ഇത് അടച്ചു വെച്ച ശേഷം പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇതിൽ തണുത്ത വെള്ളം ഒഴിക്കരുത്. തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പഞ്ചസാര പെട്ടെന്ന് കട്ട പിടിക്കും. പിന്നെ മെൽറ്റായി വരാനായിട്ട് കൂടുതൽ സമയമെടുക്കും. ഇപ്പൊ പഞ്ചസാര ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇത് തണുത്ത് റൂം ടെമ്പറേച്ചറിലായ ശേഷമാണ് കേക്ക് മിക്സ് തയ്യാറാക്കുന്നത്. ഇപ്പൊ പഞ്ചസാര തണുത്തിട്ടുണ്ട്. കേക്ക് മിക്സ് തയ്യാറാക്കാനായിട്ട് ഇതിനൊരു ബൗളിൽ ഒഴിച്ച ശേഷം 1/2 കപ്പ് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഈ പഞ്ചസാര അലിഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം പഞ്ചസാര പൊടിച്ച് ചേർത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ പഞ്ചസാര അലിഞ്ഞു കിട്ടും. ഇതുപോലെ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു കഴിയുമ്പോൾ 1/4 കപ്പോളം എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇതിന് പകരം വെജിറ്റബിൾ ഓയിലോ ബട്ടറോ വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ കൂടി ചേർത്ത് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത ശേഷം ഇനി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് വരാനായിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിനെ ഈ അരിപ്പയിൽ ഇട്ട ശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി. പാൽപ്പൊടി ഇല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. ഇതിന് പകരം 2 ടേബിൾ സ്പൂണോളം തേങ്ങാപ്പൊടി ചേർത്താലും കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഈ പൊടികളെല്ലാം അരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ പൊടികളെല്ലാം അരിച്ച് ചേർക്കുന്നതിന് പകരം പൊടികളെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്ത ശേഷം നേരിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്താലും മതി. ഇത് മിക്സ് ചെയ്യാനായിട്ട് ബീറ്ററോ മിക്സിയോ ഒന്നും തന്നെ ആവശ്യമില്ല. ഇതുപോലെ ഒരു സ്പാച്ചുലയോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ മാത്രം അല്പം പാല് കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അല്പം കട്ടിയായി പോയതുകൊണ്ട് 2 ടേബിൾ സ്പൂണോളം പാല് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഡ്രൈ ആയിട്ടാണ് കിട്ടുന്നത്. എന്നാൽ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഒട്ടും തന്നെ ഡ്രൈ ആവില്ല. അതുകൊണ്ട് വെള്ളത്തിന്റെ അളവ് കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഓരോ ബ്രാൻഡ് ഗോതമ്പ് പൊടിയിലും ചേർക്കേണ്ട വെള്ളത്തിന്റെ അളവിൽ വ്യത്യാസമുണ്ടാവും. അതുകൊണ്ട് പാല് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ചേർക്കാതെ സ്റ്റീം കേക്ക് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്കായിട്ട് ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം 1 ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കേക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് മിക്സ് ഒഴിക്കുന്നതിന് മുമ്പ് ഇതുപോലെ പാത്രത്തിനകത്തേക്ക് ഒരു ബട്ടർ പേപ്പർ കൂടെ വെച്ചു കൊടുക്കണം. കേക്ക് മിക്സ് ഒഴിച്ച ശേഷം സ്റ്റീം ചെയ്യാൻ വയ്ക്കുന്നതിന് മുമ്പ് ഈ പാത്രം ഇതുപോലെ നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണം. ഇതിനകത്തുള്ള എയർ ബബിൾസ് എല്ലാം പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിനെ സ്റ്റീം ചെയ്തെടുക്കാം.
സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് നേരത്തെ തന്നെ സ്റ്റീമറിൽ വെള്ളം ചൂടാക്കി വെക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കിയ ശേഷം ഇതിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് പാത്രം ഇതിന് മുകളിൽ വെച്ച് കൊടുത്ത ശേഷം ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് അതിന് മുകൾ വശം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ വെള്ളം ഇതിനകത്തേക്ക് വീഴാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഇത് 45 മിനിറ്റോളം സ്റ്റീം ചെയ്തെടുക്കണം. അതുകൊണ്ട് പാത്രത്തിൽ സ്റ്റീം ചെയ്യാനായിട്ട് വെള്ളം എടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ടാവണം. സ്റ്റീം ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പാത്രം തുറന്ന് കേക്കിന്റെ മുകൾ വശം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 45 മിനിറ്റ് സ്റ്റീം ചെയ്ത് കഴിഞ്ഞപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ കേക്കിന്റെ സൈഡ് ഒന്ന് നീക്കിയ ശേഷം ചൂടോടെ തന്നെ പാത്രത്തിൽ നിന്ന് മാറ്റി തണുക്കാനായിട്ട് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ തണുത്ത് കഴിയുമ്പോഴേക്കും കേക്കിന്റെ അടിവശം നനഞ്ഞതുപോലെ ആയിട്ടുണ്ടാവും. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ബേക്ക് ചെയ്തെടുത്ത കേക്ക് പോലെ തന്നെയുണ്ട്. ഇതെത്ര സോഫ്റ്റ് ആണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നതുവരെ ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.